വല്ലാത്തൊരു ഇമേജാണ് നിങ്ങളുടെ ഒരു നല്ലവനായ റൗഡി. എനിക്ക് ആ റോൾ പറ്റുമല്ല, അങ്ങനെ ചെയ്യാൻ ഒക്കില്ല. നല്ലവനായ റൗഡി എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. റൗഡി തന്നെയാണ് അയാൾ, ഞാൻ നല്ലവനാണ്. നമുക്കറിയാം മോഹൻലാലിനെ തന്റെ ഒരു സിനിമയിലും അടൂർ ഗോപാലകൃഷ്ണൻ കാസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ മമ്മൂട്ടിയെ വെച്ച് ഈ 2026 അതിനു മുമ്പേ 3 സിനിമകളും അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ അവാർഡുകളും വാരിക്കൂട്ടിയിട്ടുണ്ട്. നല്ലവനായ റൗഡി. ഈ ഒരു വാദം വെച്ചാണോ അടൂർ ഗോപാലകൃഷ്ണൻ തന്റെ സിനിമകളിൽ മോഹൻലാലിനെ കാസ്റ്റ് ചെയ്യാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സിനിമാറ്റിക് ഇമേജിലാണോ മോഹൻലാലിനെ റൗഡിയായി കാണുന്നതെന്ന് അതേ ഇന്റർവ്യൂവർ തന്നെ അടൂറിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. നല്ലവനായ റൗഡി എന്ന സിനിമാറ്റിക് ഇമേജാണോ പ്രശ്നം? അതെ അതെ. അപ്പോ ദേവാസുരത്തിലെ നീലകണ്ഠനും, നരസിംഹത്തിലെ ഇന്ദുചൂടനും, രാവണപ്രഭുവിലെ കാർത്തികേയനും, സ്ഫടികത്തിലെ ആടുതോമയും, എന്തിന് കിരീടത്തിലെ സേതുമാധവൻ പോലും അടൂരിലെ സംവിധായകനെ സ്വാധീനിച്ചാണ്. അതേ ഇന്റർവ്യൂവിൽ ചോദ്യകർത്താവ് മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഉണ്ടായിരിക്കാം, പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പോൾ ഉറച്ചിരിക്കുന്ന ഒരു ഇമേജ് അതാണ്. ഇപ്പൊ കാര്യം ഏകദേശം ക്ലിയർ ആയില്ലേ? അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ചിരിക്കുന്ന ഇമേജ് അതാണ്. ഓക്കെ, നമുക്ക് മമ്മൂട്ടിയുടെ കാര്യം എടുക്കാം. ഏതൊരു വേഷവും തന്മയത്വത്തോടെ അവതരിപ്പിക്കാനും പൊന്തം മടയും പുട്ടുറുമീസും വരെ ആകാൻ ശേഷിയുള്ള മമ്മൂട്ടി പോലുള്ള ഒരാളെ വെച്ചാണ് അടൂർ മതിലുകളിലെ ബഷീറിനെയും വിധേയനിലെ ഭാസ്കര പട്ടേലിനെയും അവതരിപ്പിച്ചത്. നമുക്കറിയാം, ആ 2 കഥാപാത്രങ്ങളും മമ്മൂട്ടി അവിസ്മരണീയമാക്കി ചെയ്യുകയും ചെയ്തു. വിധേയനിലെ ഭാസ്കര പട്ടേലിന് റൗഡി ഭാവം ഉണ്ടെങ്കിലും നന്മയുടെ ഒരു കണിക ലെവലേശം പോലും ഇല്ലതാണ്. പക്ഷേ നല്ലവനായ റൗഡി ഇമേജ് പതിയുമ്പോഴും മമ്മൂട്ടി അഭിനയിച്ച് തകർത്ത കോട്ടയം കുഞ്ചൻ, വല്യേട്ടൻ, കൗരവർ, ഒരു മറുവത്തൂർ കനവ്, ഇനിയും ഏറെ സിനിമകൾ എത്ര എണ്ണമുണ്ട്. ഈ സിനിമകളിലെല്ലാം റൗഡി ഇമേജ് ഒരുപക്ഷെ അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല, അഥവാ കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവില്ല. മറ്റൊന്ന്, പുലിമുരുകൻ ഇറങ്ങിയ സമയത്ത് കടുവയെ കൊല്ലുന്ന രംഗത്തിൽ അഭിനയിച്ചുവെന്നും അത്തരം സിനിമകൾ എന്തിന് ഇറക്കുന്നുവെന്നും തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. കടുവയെ കൊല്ലുന്ന രംഗത്തിനു വേണ്ടി ഒരുപാട് കാശ് കൊടുത്തിട്ടുണ്ടാവുമെന്നും അടൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഒരു റൗഡിയായി മോഹൻലാൽ അഭിനയിച്ച സിനിമ എന്ന് എനിക്ക് പൂർണ്ണമായി തോന്നിയ സിനിമ ദേവാസുരത്തിലെ നീലകണ്ഠനാണ്. സ്ഫടികത്തിലെ ആടുതോമ എങ്ങനെ റൗഡിയായി, കിരീടത്തിലെ സേതുമാധവൻ എങ്ങനെ റൗഡിയായി എന്നതൊക്കെ ആ 2.5 മണിക്കൂർ കൊണ്ട് ഒരു സാധാരണക്കാരൻ എങ്ങനെ റൗഡിയായി മാറാം, എങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ആ 2 സിനിമകളും. അതൊക്കെ സാധാരണക്കാരന്റെ ആസ്വാദനത്തെയും ചിന്താഗതികളുമൊക്കെ ആഴത്തിൽ സ്വാധീനിച്ച വളരെയേറെ തിയേറ്റർ കളക്ഷനുമൊക്കെ കിട്ടിയ സിനിമകളുമാണ്. കലാമൂല്യവും കളക്ഷനും ഒത്തുചേർന്ന് ഇത്തരം സിനിമകളാണ് മലയാള സിനിമയെ മലയാളിയോട് ചേർത്ത് നിർത്തിയത്. കൗരവരിലെ ആന്റണിയും വല്യേട്ടനിലെ മാധവനുണ്ണിയും ഒക്കെ തന്നെ മലയാള സിനിമാ വളർച്ചയുടെ മാറ്റവും ചവിട്ടുപടികളും ഒക്കെ തന്നെയായിരുന്നു. ഈ കഥാപാത്രങ്ങളിലേക്ക് നോക്കിയാൽ ഇതിലൊക്കെ തന്നെ ഒരു റൗഡിസം നമുക്ക് കാണാനും സാധിക്കും. അവാർഡിലേക്ക് പരിഗണിക്കുന്ന എല്ലാ സിനിമകളും സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. 8 മണിക്കൂർ പണി കഴിഞ്ഞു വരുന്ന ഒരു വ്യക്തി തന്റെ സന്തോഷത്തിന് കാണുന്നത് സാധാരണക്കാരന് ആസ്വദിക്കാനും റിലേറ്റ് ചെയ്യാനും പറ്റുന്ന സിനിമകളായിരിക്കും. പഴയ റൗഡി സിനിമകൾ, നായക കേന്ദ്രീകൃത സിനിമകളൊക്കെ മലയാള തിയേറ്റർ വ്യവസായത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല. മമ്മൂട്ടിയും മോഹൻലാലും ചെയ്ത റൗഡി സ്വഭാവമുള്ള വേഷങ്ങൾ ചെയ്യാൻ അക്കാലത്തെന്നല്ല ഇക്കാലത്തും ആളുകൾ കുറവാണ്. പിന്നെ നമുക്കറിയാം, മോഹൻലാലിന്റെ വാനപ്രസ്ഥം, ഇരുവർ, സദയം, പാദമുദ്ര, കിരീടം, തന്മാത്ര, കാലാപാനി എണ്ണിയാനൊടുങ്ങാത്ത ബെസ്റ്റ് ആക്ടറിനും അതിനപ്പുറത്തേക്കും ഒക്കെ സഞ്ചരിച്ച പെർഫോമൻസുകൾ കൊണ്ടും കലാപ്രതിഭകളൊക്കെ കൊണ്ടും അതിശയിപ്പിച്ച സിനിമകളാണ്. അത്തരം ഇമേജുകൾ പതിയാതെ കണ്ടില്ലെന്ന് നടിച്ചിട്ട് റൗഡി കേന്ദ്രീകൃതമായ കഥാപാത്രങ്ങളെ മാത്രം ഓർക്കുന്നതാണ് ഈ വീഡിയോയുടെ വിഷയം. സത്യത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടിയെ മാത്രം വെച്ച് സിനിമകൾ ചെയ്യൂ എന്ന് പറഞ്ഞ് ഫാൻസ് അടിപിടിക്കുന്നത് കൊണ്ടുണ്ടായ ഒരു വീഡിയോ ആണിത്. ഒരേ വഴികളിലൂടെ ഒരേ കാലഘട്ടത്തിൽ മാസ് കാണിച്ചും ചിരിപ്പിച്ചും കരയിപ്പിച്ചും ചിന്തിപ്പിച്ചും പുലികളെ കൊന്നുമൊക്കെ തന്നെയാണ് 2 പേരും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും എവർഗ്രീൻ ആയി നിൽക്കുന്നത്. അടൂരിനെ പോലൊരു പ്രതിഭ മമ്മൂട്ടിയെ പോലുള്ള ഒരു മഹാനടനെ കൊണ്ട് സിനിമ എടുക്കുന്നത് വളരെ നല്ല കാര്യം. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പദയാത്ര പോലുള്ള പുതിയ സിനിമ ഒരു അവാർഡ് മോഹിച്ചാണ് മമ്മൂട്ടി എടുക്കുന്നത് എന്നുള്ള ആക്ഷേപത്തിനും വാദത്തിനോടും എനിക്ക് യോജിപ്പില്ല. എനിക്കാകെ വിയോജിപ്പുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഒരാളെ മറ്റൊരാൾ എങ്ങനെ വിലയിരുത്തണമെന്നത് അയാളുടെ മാത്രം അവകാശമാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ കാസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അടൂരിന്റെ മാത്രം അവകാശമാണ്. ചെയ്ത കഥാപാത്രങ്ങളെ വെച്ച് മാത്രം ഒരു കലാകാരന്റെ അഭിനയശേഷിയും വ്യക്തിത്വവും ഇമേജും എല്ലാം നമുക്ക് അളക്കാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് ഒരു സിനിമ ഇറങ്ങും മുമ്പേ തന്റെ ഉൾക്കണ്ണിലൂടെ സിനിമ കാണുന്ന ഒരു സംവിധായകന് അഭിപ്രായങ്ങൾ കമന്റുകളായി മാന്യമായി രേഖപ്പെടുത്തുക.